ഇഷ്ടമായി. അങ്ങനെ പിന്നെ നമുക്കറിയാം ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിലുള്ളവർക്ക് സമാധാനം ആശംസിക്കുവൻ. ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോൾ പറയുന്നവരുണ്ടാകും. എന്തായാലും എന്റെ ഒരു ചുറ്റുപാടിലൊക്കെ അതൊരു വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട്, അത് ആരും പാലിക്കാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഞാൻ ഇസ്ലാം പഠിച്ചപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ കാണുമ്പോ തന്നെ ദൈവത്തിന്റെ സമാധാനം കൃപയെ ആശ്വസിക്കുന്ന ആ ഇസ്ലാമിന്റെ ജീവിത രീതി എനിക്കിഷ്ടമായി. അൽഹംദുലില്ലാ, എനിക്ക് ഇസ്ലാം ഇഷ്ടമായി. ആ ഇസ്ലാമിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി. അതിനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ ഇസ്ലാമും പറ്റതുപോലെ ആവുമല്ലോ എന്ന് ഇങ്ങനെ വെറുതെ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോ ഒന്നുമില്ല. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള രീതി എന്ന് കണ്ടതാണ് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ട നിമിഷം തന്നെ അൽഹംദുലില്ലാ അതിനെ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടതെന്ന് സെർച്ച് ചെയ്തു. അതിന്റെ അർത്ഥം നോക്കി, അത് പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി, വൃത്തിയായി പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി, വലിയ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരം, നോമ്പും എല്ലാം നിർബന്ധമാകുമെന്ന് മനസ്സിലാക്കി. അപ്പൊ തന്നെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള നമസ്കാരം, അതായത് ഈ നമ്മുടെ നമസ്കാരത്തിലെ എല്ലാ ഇതും ഇല്ലാത്ത ചെറിയൊരു ഷോർട്ട് ഫോമിലുള്ള ഒരു നമസ്കാരം എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടി. ഞാൻ അപ്പൊ തന്നെ അത് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം ഞാൻ അൽഹംദുലില്ലാ ഞാൻ ഷഹദ ചൊല്ലി. ആരുമില്ല, അപ്പൊ 2 സാക്ഷികൾ വേണമെന്ന് കണ്ടു. പക്ഷെ എനിക്ക് വീട്ടില് സാക്ഷികൾ ആരുമില്ല. അച്ഛനോടും അമ്മയോടും പോയി സാക്ഷ്യം നിൽക്കാൻ പറഞ്ഞാല് അവര് മുസ്ലിങ്ങളല്ലല്ലോ, അപ്പൊ അത് കഴിയില്ല. അപ്പൊ ആരുമില്ല, ദൈവം തന്നെ സാക്ഷി എന്ന് പറഞ്ഞ് ഞാൻ ഷഹദ ചൊല്ലി. തനിയാണ് ചൊല്ലിയത്. അൽഹംദുലില്ലാ ഞാൻ മുസ്ലിമായി നിങ്ങളുടെ മുമ്പിലുണ്ട്. കൂട്ടുകാരെ, നമുക്കറിയാം എല്ലാവർക്കും ഇന്റർനെറ്റിനെയും മൊബൈൽ ഫോണിനെയൊക്കെ പറയാൻ കുറ്റങ്ങളുണ്ട്. ശരിയാണ്, അത് ഒരുപാട് തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. പക്ഷെ നമുക്കറിയാം നമ്മുടെ ടെക്നോളജീസ് ഒക്കെയും തന്നെ നല്ലതിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ അറിവ് നമുക്ക് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം. ആ നല്ലതിനു വേണ്ടി നമ്മുടെ സമാധാനം, നമ്മുടെ ഇസ്ലാം ആകുന്ന സമാധാനം പ്രചരിപ്പിക്കാൻ നമ്മുടെ ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ നോക്കൂ, എനിക്കാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിനെ പറ്റി പറഞ്ഞുതരാൻ ഇതാണ് അല്ലാഹ്, അല്ലെങ്കിൽ ഇതാണ് ഖുർആൻ, ഇങ്ങനെ വായിക്കൂ, ഇങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇന്റർനെറ്റ് മാത്രമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക്. കാരണം ഇന്റർനെറ്റാണ് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്. അതുപോലെ നമുക്ക് എല്ലാ ടെക്നോളജീസും, മൊബൈൽ ടെക്നോളജി ആയാലും നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. എന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് പറഞ്ഞതാണ്, ഗൂഗിൾ ചാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഗൂഗിൾ ചാനൽസ്, അതിൽ സബ്സ്ക്രൈബ് ചെയ്താല് പല ചാനൽസ് ഉണ്ട്. സ്പ്രെഡ് ഇസ്ലാം, ഗൈഡൻസ്, അങ്ങനെ സ്പ്രെഡ് ഇസ്ലാം, ഗൈഡൻസ്, ലേൺ ദീൻ, അങ്ങനെ പല ചാനൽസ് ഉണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് SMS ഫ്രീ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയക്കാം. നമ്മുടെ ഈ ടിന്റുമോന്റെയും ടുണ്ടുമോളുടെ ഒക്കെ മെസ്സേജ് അയക്കുന്നതിന് പകരം നമുക്ക് ഈ ഫ്രീ ആയിട്ട് വരുന്ന എല്ലാം ഇസ്ലാം ഹദീസ് ആയാലും വരും, ഖുറാനിക് വേഴ്സസ് ആയാലും വരും. നമുക്ക് അതൊക്കെ സ്പ്രെഡ് ചെയ്യാം. അതല്ലേ വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്മാരും ബിഷപ്പും പോപ്പും കുറെ വിശുദ്ധന്മാരും മറിയവും ഈശോയും എല്ലാരും അടങ്ങുന്ന ഒരു വലിയ വട്ടത്തിന്റെ അപ്പുറത്ത് ദൈവവും ഇപ്പുറത്ത് ഞാനും എന്നൊരവസ്ഥയായിരുന്നു. ഇപ്പൊ എന്റെ ദൂരം എല്ലാം മാറി എനിക്ക് എന്റെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം. എന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഇരിക്കുന്ന സർവവും എന്നെ അറിയുന്ന ആ ദൈവത്തോട് നേരിട്ട് പറയാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ കിട്ടില്ല. ഇത് നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് സഹിച്ചും നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണല്ലേ. ആ അനുഗ്രഹം ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കുടുംബക്കാർക്കും എന്റെ കൂട്ടുകാർക്കും ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിയുന്നിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലർക്കും കാര്യം മനസ്സിലാവാനുണ്ട്. പക്ഷെ എല്ലാരും അതിലേക്ക് എത്തിപ്പെടാൻ ആരും ധൈര്യപ്പെടുന്നില്ല. സമൂഹം അത് തന്നെ. ഖുർആനിൽ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാല് എന്റെ മാനസികാവസ്ഥ മുഴുവനും ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോ ആദ്യമായിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അതും പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാല് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് പറയുന്നുണ്ട്. നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ നിന്റെ കുടുംബക്കാര് നിന്നോട് അതിലേക്ക് പോവാതിരിക്കാൻ പറയും. ദുരഭിമാനം നിങ്ങളെ അതിൽ പിടിച്ചു നിർത്തും, അവിശ്വാസത്തിൽ പിടിച്ചു നിർത്തും എന്നൊക്കെ പറയുന്ന വചനങ്ങളൊക്കെ എനിക്ക് വളരെയധികം ശരിക്കും ഞാൻ അനുഭവിച്ച വചനങ്ങളാണ് അതൊക്കെ. അതാണ് നമ്മുടെ സമൂഹം എന്താ പറയും, നമുക്ക് ഏകദൈവ വിശ്വാസം മനസ്സിൽ കൊണ്ടു നടന്നാൽ മതി, ഇങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്താൻ നോക്കും അല്ലേ. അതുവരെയും എനിക്ക് ഖുർആനിൽ കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്നിട്ടെന്താ
ഈ ഇസ്ലാമിലേക്ക് പോണവരെ മറ്റുള്ളവർ പറയണതും അതിലുണ്ട്. ഇനി പോയി കഴിഞ്ഞ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ആ അവസ്ഥയും ഖുർആനിൽ വിവരിച്ചു തരുന്നുണ്ട്. മരിക്കുമ്പോഴുള്ള അവസ്ഥയും, മരിച്ചു കഴിഞ്ഞാലുള്ള എന്റെ സ്ഥിതി, നിന്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും, ഇത് ചെയ്താൽ ഇതായിരിക്കും, ഇത് ചെയ്താൽ ഇതായിരിക്കും, അതും പറയുന്നുണ്ട്. ഈ ഖുർആൻ എനിക്കറിയില്ല പറയാൻ. ഇത്രയും വലിയൊരു അത്ഭുതം ഈ ലോകത്ത് എങ്ങനെയാണ് ഇത്രയും ആള് ഞാൻ കാണാതിരുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പൊ എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എന്റെ കുടുംബത്തെയും കൂടെ ഓർക്കണം. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടാൽ സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.